ബ്രഹ്മപുരം തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ വീടുകളിലെ മാലിന്യം നീക്കം ചെയ്യുന്ന നടപടി നഗരസഭ നിർത്തിവെച്ചു. കൊച്ചി നഗരത്തിലെ പല സ്ഥലങ്ങളും പുക മൂടിയ നിലയിലാണ്. തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ വിശദമായ റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ഇപ്പോൾ അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി, 2 ദിവസമായി ഈ ഒരു ദുരിതം അനുഭവിക്കുകയാണ് കൊച്ചിക്കാർ. ബ്രഹ്മപുരം തീപിടുത്തം അത് ഒന്നോ രണ്ടോ തവണയല്ല, ഇപ്പോൾ പല തവണയായി ഇത്തരത്തിലുള്ള തീപിടുത്തം ഉണ്ടാകുന്നു. ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഗുരുതരമായ ഈ ഒരു പ്രശ്നത്തിൽ ഇപ്പോൾ കളക്ടർ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഭദ്ര, ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നാവികസേനയുടെ 3 ഹെലികോപ്റ്ററിൽ ചേർന്നുകൊണ്ടാണ് ഈ വെള്ളം സ്പ്രേ ചെയ്ത് ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. ഇപ്പം തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പക്ഷെ ഈ ബ്രഹ്മപുരത്തു നിന്നുള്ള ഈ തീ അണയ്ക്കുമ്പോഴുള്ള ഉണ്ടാകുന്ന വലിയ പുക നിയന്ത്രിക്കുകയാണ് ഇപ്പോൾ നാവികസേന അടക്കം ചെയ്യുന്നത്. 1 ടണ്ണിലേറെ ജലം ഉപയോഗിച്ചുകൊണ്ടാണ് നാവികസേന ഈ പുക നിയന്ത്രണ വിധേയമാക്കുന്നത്. കൊച്ചി നഗരത്തിൽ ഈ പുകമഞ്ഞ് ഏകദേശം പൂർണ്ണമായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. അത് മാറാനുള്ള കാരണവും നാവികസേനയുടെ ഇടപെടലിനെ തുടർന്നാണ് ഈ പുകമഞ്ഞ് മാറാനുള്ള കാരണം അവസരോചിതമായ ഇടപെടലാണ് നാവികസേന നടത്തിയത്. കാരണം വലിയ രീതിയിലുള്ള പുകയായിരുന്നു അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് കൊച്ചി നഗരത്തിലടക്കം. ഈ അഗ്നിശമന സേനയുടെ 12ഓളം വരുന്ന യൂണിറ്റുകൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ള ഈ തീ കെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഭദ്ര നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കളക്ടർ ഇന്നലെ റിപ്പോർട്ട് തേടിയിരുന്നു. ഈ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് തീപിടുത്തം ഉണ്ടാകുന്നു എന്ന തലത്തിൽ കളക്ടർ ഇന്നലെ റിപ്പോർട്ട് തേടിയിരുന്നു. ഇതിനു മുൻപ് 2020 മാർച്ചിലാണ് വലിയ ഒരു ദുരന്തം ഉണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം സമീപ പരിസരവാസികൾക്കൊക്കെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ബ്രഹ്മപുരത്ത് അന്ന് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും മേയർ നമ്മളോട് പറഞ്ഞതനുസരിച്ച് ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെയും ഇല്ല. വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് കളക്ടർ നമ്മളോട് പറഞ്ഞത്. വലിയ രീതിയിലുള്ള തീയും പുകയുമാണ് ഇപ്പോൾ ബ്രഹ്മപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മപുരത്തെ ഈ തീ പുക ഈ നഗരഹൃദയങ്ങളിലോട്ട് വരുന്ന ഒരു സാഹചര്യം, അതായത് പനമ്പള്ളി നഗർ, വൈറ്റില, കൊച്ചു കടവന്ത്ര അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ മൂടൽ മഞ്ഞ് പോലെയുള്ള പുകയാണ് രാവിലെ മുതലേ ഉണ്ടായിരുന്നത്. ഈ പുക ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ഈ നമ്മളോട് പറഞ്ഞത്. ഏതായാലും തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഭദ്ര, തവണയല്ല, നമുക്കറിയാം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇതൊരു തുടർക്കഥയായി മാറുന്നൊരു സാഹചര്യമാണ് ഈ ബ്രഹ്മപുരം തീപിടുത്തം എന്നുള്ളത്. എങ്ങനെയാണ് ഇതൊരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്തേണ്ടതല്ലേ? കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഇതിന് പിന്നിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ നേരത്തെ അജി പറഞ്ഞതുപോലെ തന്നെ കിലോമീറ്ററുകളോളം ഈ പുക പടരുന്നുണ്ട്. ഇത് വിഷവാതകം കൂടിയാണ്. അപ്പോൾ അത് ശ്വസിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തുടർക്കഥ ഇത് അവസാനിപ്പിക്കണമെങ്കിൽ ഒരു ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് പോകേണ്ടതുണ്ട്. അധികൃതരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള നീക്കങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഭദ്ര, ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ കൊച്ചിയിൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇപ്പോൾ മേയർ രാവിലെ സൂചിപ്പിച്ചിരുന്നു, ഈ ഒരു ദുരന്തം വരുമ്പോൾ അതിന് ആരോപണങ്ങൾ ഒരുപാടുണ്ടാകും, പക്ഷെ ആ സമയത്ത് ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ചില ആരോപണങ്ങൾ, അതായത് ഈ അട്ടിമറിക്കുകയാണെന്നുള്ള CPI ഉൾപ്പെടെയുള്ള പാർട്ടികൾ പറഞ്ഞിരുന്നു. അതായത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ തീപിടുത്തം ഉണ്ടായതെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൊച്ചി നഗരസഭ കോർപ്പറേഷന്റെ മാലിന്യങ്ങൾ മാത്രമല്ല അവിടെ സംസ്കരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷന് പുറമെ കളമശ്ശേരി നഗരസഭ, അത് ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത്, ഒപ്പം തന്നെ തൃക്കാക്കര നഗരസഭ അടക്കമുള്ള സ്ഥലങ്ങളിലെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മാലിന്യ സംസ്കരണ പ്ലാന്റാണ് ഈ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത്, ഈ തീപിടുത്തം ഉണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് അണയ്ക്കുവാനുള്ള സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ഈ ശാശ്വതമായ പരിഹാരം ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വസ്തുതാപരമായ കാര്യം. ഇപ്പോൾ കൊച്ചി നഗരത്തിലെ മാലിന്യ നീക്കം സ്തംഭിച്ചിരിക്കുകയാണ്. കാരണം മാലിന്യം എടുക്കണ്ട എന്ന് നഗരസഭ തീരുമാനിച്ചിരിക്കുന്നു. മാലിന്യം എടുക്കണ്ട എന്ന് നഗരസഭ തീരുമാനിക്കാനുള്ള പ്രധാന കാരണം ഈ കൊച്ചി ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് ഒരു വണ്ടി പോലും ഇപ്പൊ കൊണ്ടുവരുന്നില്ല
കൊണ്ടുവരുന്നില്ല. കാരണം വണ്ടി കൊണ്ടുവന്നിട്ട് കാര്യമില്ല. കാരണം അത്രത്തോളം മാലിന്യ കൂമ്പാരങ്ങൾ ഇവിടെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത് തീ പടർന്നിരിക്കുന്നു. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അത് മൂലം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ പുതിയ വണ്ടികളൊന്നും തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്നാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. ഈ നാവികസേനയുടെയും അതേപോലെ തന്നെ കൊച്ചിൻ റിഫൈനറിയുടെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിലുള്ള ഏകോപനം ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അവരുടെ ഒരു സ്പെഷ്യൽ ടീം അടങ്ങുന്ന സംഘമാണ് ഈ 24 മണിക്കൂർ അടങ്ങുന്ന ഇതിൽ പങ്കാളികളായി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഭദ്ര, ഇവിടെ പുതിയൊരു നീക്കം, അതായത് വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന ഈ ഒരു നീക്കം, ഇത് എത്ര ദിവസത്തേക്കാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എങ്കിലും ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? നിലവിൽ താൽക്കാലിക സംവിധാനങ്ങൾ ഒന്നും തന്നെയും ഒരുക്കിയിട്ടില്ല. അപ്പോൾ മേയർ പറയുന്നതനുസരിച്ച് ജനങ്ങൾ ഇതിനോട് സഹകരിക്കണം എന്നുള്ള തരത്തിൽ തന്നെയാണ് മേയറും നമ്മളോട് സംസാരിച്ചത്. കാരണം മാലിന്യ നീക്കം പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ്. അത് നഗരസഭയും അതിൽ പഴിചാരിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഇത്രത്തോളം വലിയൊരു ദുരന്ത വ്യാപ്തി ഉണ്ടാകുമ്പോൾ അതിൽ സഹകരിക്കുക എന്നുള്ളത്, അത് മനസ്സിലാക്കി സഹകരിക്കുക എന്നുള്ള ഒരു ഔചിത്യ ബോധമാണ് വേണ്ടതുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ അത്തരത്തിൽ പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മേയർ പറയുന്നതനുസരിച്ച് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പൂർണ്ണമാക്കും. പൂർണ്ണമായും തീ അണയ്ക്കുമെന്നാണ് മേയർ പറയുന്നത്. പക്ഷേ ഈ വെയിലിന്റെ കാഠിന്യം വളരെ വലുതാണ്. വലിയ രീതിയിലുള്ള ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഈ ചൂട് വലിയ രീതിയിൽ തീ കത്താനുള്ള, വേനലിന്റെ കാഠിന്യം മൂലമുള്ള ഈ തീ ആളിക്കത്താൻ അതും ഒരു കാരണമാകുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളും കൂടെ ഇപ്പോൾ ഇവിടെ നേരിടുന്നുണ്ട്. ഭദ്ര.